Hi everyone, Assalamu alaikum. Welcome to Trips and Treats. ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുഞ്ഞു ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ ലാസ്റ്റ് വീക്ക് 27ന് മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ മക്കളുടെ ബർത്ത്ഡേക്ക് അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാനല്ലാതെ അങ്ങനെ കാര്യമായിട്ട് വലിയ സെലിബ്രേഷൻസ് ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇപ്രാവശ്യം മോൾ കുറേ പറയുന്നു അവൾക്ക് സർപ്രൈസ് വേണം, കേക്ക് വേണം. സാധാരണ ഞാൻ തന്നെയാണ് കേക്ക് ഉണ്ടാക്കി കൊടുക്കാറ്, ചോക്ലേറ്റ് കേക്കാണ് മക്കൾക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കാറ്. പക്ഷേ ഇപ്രാവശ്യം ഡിമാൻഡ് ചെയ്യായിരുന്നു കേക്ക് വേണം എന്നൊക്കെ. അതും ഫോട്ടോ പ്രിൻ്റ് ചെയ്ത കേക്ക് തന്നെ വേണമെന്നായിരുന്നു. അങ്ങനെ ഞാനും ചെറിയൊരു സദ്യ അന്ന് ഒരുക്കുണ്ടായി. അപ്പോൾ മക്കളൊക്കെ കുറച്ച് വലുതായാൽ അവർക്ക് ഇതൊക്കെ ഒരു ഓർമ്മയായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് കാണുമ്പോൾ അവർക്കും സന്തോഷമില്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കണ്ടു നോക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം മോളൊക്കെ ഒന്ന് ഫ്രഷാക്കി അതിനുശേഷം പിന്നെ ലഞ്ചിനുള്ള പണികളെല്ലാം തുടങ്ങി. അന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് രാവിലെ ഓഫീസിൽ പോയി. ആദ്യം ചോറ് വെക്കാനുള്ള അരിയെല്ലാം എടുത്ത് വെക്കുകയാണ്, കഴുകി വൃത്തിയാക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ മട്ടരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സാമ്പാറിനുള്ള പരിപ്പെല്ലാം കഴുകി വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ചോറ് നമ്മൾ കുക്കറിലാണ് റെഡിയാക്കുന്നത്. ഇനി നമ്മൾ പരിപ്പൊക്കെ കഴുകി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പരിപ്പ് വേവിക്കുകയാണ്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടച്ചു മൂടി വെച്ച് പരിപ്പൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം സാമ്പാർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. പരിപ്പ് ഇതാ പകുതി വേവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഞാൻ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു പകുതി സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 3 വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവുന്ന ടൈം കൊണ്ട് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വെരി ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അങ്ങനെ മസാലപ്പൊടികളൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ടൈമിൽ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കഷ്ണങ്ങളൊന്നും ഉടയാതെ ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. 2 നാരങ്ങ വലിപ്പത്തിലുള്ള പുളി 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അതാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി സാമ്പാറൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സാമ്പാർ തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ വറവിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. തേങ്ങ വറുത്തിട്ടും ഒക്കെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. പക്ഷേ ഞാൻ ഈ രീതിക്കാണ് കൂടുതൽ ഉണ്ടാക്കാറ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ മീൻ കറിയൊക്കെ പോലെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ് ഇതിന്. ഇനി അടുത്തത് അവിയലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ലോ ടു മീഡിയം ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ഗ്ലാസ് വെള്ളം, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടിച്ച് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ ഒരു പാതി വേവായി വന്നപ്പോൾ ഞാൻ മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ലാസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പുണ്ടാക്കാനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്.
ഇനി അതിലേക്ക് അരക്കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, 3 ചുവന്നുള്ളി, 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ ഈ അരപ്പ് കഷ്ണങ്ങളിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ടൈമിൽ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അവസാനമായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടച്ച് മൂടി വെക്കാം. അങ്ങനെ നമ്മുടെ അവിയലും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വെള്ളമെല്ലാം വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി ക്യാരറ്റ് ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. പാനൊന്ന് ചൂടായി വന്നപ്പം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പം 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കടുക് പൊട്ടിയതിന് ശേഷം ഞാനിവിടെ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ അരിഞ്ഞതും 1/2 സവാളയും ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടച്ചു മൂടിയിട്ട് ക്യാരറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഉപ്പേരിയും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബീട്രൂട്ട് പച്ചടിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഗ്രേറ്റർ ഉപയോഗിച്ചിട്ടൊന്നുമല്ല കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുത്തത്. ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ അതിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ഒരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ ബീട്രൂട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അതിനുശേഷം അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. കാരണം ഞാൻ ആപ്പിൾ പച്ചടീൻ്റെ റെസിപ്പി മുന്നേ ചെയ്തിരുന്നു. അപ്പോൾ ആ പച്ചടിയുടെ അരപ്പ് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നില്ല. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബീട്രൂട്ട് പച്ചടി അധികം തിളപ്പിക്കരുത്. ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴേക്കും തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ബീട്രൂട്ട് പച്ചടിയും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ആപ്പിൾ പച്ചടിയും പുളിഞ്ചെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്നും ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഞാൻ സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതുപോലെ തന്നെ ചെറുപയർ പായസവും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നു വിചാരിച്ചിട്ടാണ് ഞാനിതിൽ ഡീറ്റെയിൽ റെസിപ്പി ഒന്നും കാണിക്കാത്തത്. ഞാൻ വേറെ തന്നെ വീഡിയോ ഇതിനൊക്കെ ചെയ്തിട്ടുണ്ട്. പുളിഞ്ചിയും ആപ്പിൾ പച്ചടിയും ചെറുപയർ പായസമൊക്കെ. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. സാധാരണ നമ്മൾ ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് പായസം ചെയ്യാറ്. ഇവിടെ നമ്മൾ ഹോൾ ചെറുപയർ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ പായസം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ സാധിക്കും. കാരണം നമ്മളിവിടെ തേങ്ങാപ്പാലൊന്നും ഒട്ടും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറേ പേരൊക്കെ പായസം ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. നല്ല സൂപ്പർ ടേസ്റ്റി പായസമാണ് കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കുക. അങ്ങനെ നമ്മുടെ കുഞ്ഞു സദ്യ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കിവിടെ ഇലയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇത് ഞാൻ പ്രീപ്ലാൻഡ് ആയിട്ട് ചെയ്തതല്ല കേട്ടോ. സാധാരണ മോൻ്റെ ബർത്ത്ഡേക്കൊക്കെ ബിരിയാണിയോ നെയ്ച്ചോറോ ഫ്രൈഡ് റൈസോ അങ്ങനെയായിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഞാനിപ്പോഴും അങ്ങനെയാണല്ലോ വ്ളോഗിലാണെങ്കിലും കാണിച്ചിട്ടുള്ളതെന്ന് വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ ഒരു ചെറിയ സദ്യ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒട്ടും പ്ലാൻഡ് അല്ല. വാഴയിലൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ അന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡും വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഓണം കൂടെ ഇങ്ങ് അടുത്തെത്തിയല്ലോ. എല്ലാം കൂടെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു കുഞ്ഞു സദ്യ ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മൾ ചെറിയൊരു സദ്യയൊക്കെ കഴിച്ചു. അതിനുശേഷം ഹസ്ബൻഡ് മോൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് എടുത്തു വെച്ചിരുന്നു. പക്ഷെ അവൾ കാണാതെ എടുത്തു വെച്ചതാണ് കേട്ടോ. അവളത് കണ്ടുപിടിച്ചു. അപ്പോൾ കണ്ടപ്പോൾ പിന്നെ അതിപ്പോൾ തന്നെ ഓപ്പൺ ചെയ്യണമെന്നായി.
അതൊരു മേക്കപ്പ് കിറ്റാണ്. അപ്പോൾ എപ്പോഴും പുറത്തൊക്കെ പോയാൽ മേക്കപ്പ് ബോക്സ് വേണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചെറിയ ഒരു മേക്കപ്പ് കിറ്റ് മേടിച്ചു കൊടുത്തതാണ്. പിന്നെ വൈകിട്ട് ഹസ്ബൻഡ് കേക്കായിട്ടാണ് വന്നത്. അങ്ങനെ രാത്രിയാണ് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തത്. എന്തായാലും മോള് നല്ല ഹാപ്പിയായി. കാരണം അവൾക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കുന്നത്. മക്കളുടെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെയാണ് കേക്ക് ഉണ്ടാക്കി കൊടുക്കാറ്. കാരണം അവരെല്ലാ കേക്കൊന്നും കഴിക്കില്ല. അവർക്ക് ഇഷ്ടം ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ അത് തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം ഇന്നുവിന് മമ്മ ഉണ്ടാക്കണ്ട, പുറത്തുനിന്ന് മേടിച്ചാൽ മതിയെന്ന് പപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും അവളുടെ ഫോട്ടോ വെച്ച കേക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് യൂച്വി കേക്ക് വാങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ഫോട്ടോ വെച്ച കേക്കെല്ലാം ഉണ്ടെന്ന് മൂപ്പർക്ക് എങ്ങനെ അറിയാമെന്ന് ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടായിരിക്കണം. അങ്ങനെ ഇന്നു ആഗ്രഹിച്ച പോലത്തെ കേക്ക് തന്നെ കിട്ടിയപ്പോൾ നല്ല ഹാപ്പിയായി ആള്. അങ്ങനെ സിത്തും ഇന്നും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അടുത്തു നിന്നുള്ള ഒരു വിഷ്വൽ ട്രീറ്റും കൂടെയാണ് എൻ്റെ മോൾക്ക്. കുറച്ചൊക്കെ വലുതായിട്ട് കാണുമ്പോൾ ഇതൊരു സന്തോഷമാവില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചെറിയ വ്ളോഗ് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.